ഉണ്ടായിരിക്കുന്ന എനിക്ക് കേൾക്കത്താണോ? ഇല്ല, ആരും മിണ്ടുന്നില്ല. കേൾക്കാമോ? കേൾക്കാം. ഞാന് മ്യൂട്ട് ചെയ്ത് സംസാരിക്കായിരുന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ ഈസാ നബി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറെ ഈ യഹൂദന്മാരിൽ നിന്നും മൊസാദൊക്കെ ചെയ്യുന്ന ഓപ്പറേഷൻ പോലെ അതിഭയങ്കരമായിട്ട് അള്ളാഹു രക്ഷിച്ച് അപ്പടിയേ തൂക്കി മേലെ കൊണ്ടുപോണം. എന്നിട്ട് ഏതോ ഒരു മനുഷ്യനെ കുരിശിൽ കൊണ്ട് കയറ്റി. അത്രയ്ക്ക് സ്നേഹമായിരുന്നു ഈസാ നബിയോട് അള്ളാഹുവിന്. എന്തൊരു കെയറിങ് ആണ്. എന്നാൽ നമ്മന്റെ പാവ ഒതുക്കത്തെ നബിയെ ഏതോ സ്ത്രീ വിഷം കൊടുത്ത് കൈയും കാല് തളർന്ന് അതിഭയങ്കര വേദന, എന്താ ജീവനാടി അറ്റുപോണേന്ന് പറഞ്ഞ് നിലവിളിച്ച് കിടന്ന് മരിച്ച്. ആ സമയത്ത് അള്ളാഹ് ഉറങ്ങാൻ പോയിരിക്കുകയായിരുന്നോ, ഹോളിഡേ പോയിരിക്കുകയായിരുന്നോ, പുള്ളിക്ക് വെക്കേഷൻ ആയിരുന്നോ, എന്തായിരുന്നു സംഭവം? ഈ വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ച് കൊണ്ടുപോകരുത്. നമ്മൾ ആരിഫിനി ഒരിക്കലും വീഡിയോ ചെയ്യാൻ വരില്ല ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് എന്നുള്ള വിഷയത്തിലാണല്ലോ നിൽക്കുന്നത്. ഇതിനകത്തൊരു തീരുമാനത്തിൽ എത്താൻ നമുക്ക് ആദ്യം. ഞാന് കേൾക്കാമോ ലീസ ചേംബറിന്ന്? കേൾക്കാം. ലീസ, നമ്മുടെ ആരിഫ് ഹുസൈനെ ഞാൻ വിളിച്ചു. അദ്ദേഹം യുകെയിലുണ്ട്. ഞാൻ അദ്ദേഹത്തോട് വിളിച്ചിട്ട് പറഞ്ഞു നമ്മൾ ചെറിയൊരു മിസ്സിംഗ് ഉണ്ടായത്. കാരണം ഇദ്ദേഹത്തിന്റെ അടുത്ത് ആൾക്കാർ ഇങ്ങനെ വട്ടം കൂടി നിൽക്കുന്ന ഇദ്ദേഹമാണെന്ന് എനിക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാനും പോകുമായിരുന്നു. ഞാനും ഹൈഡ് പാർക്കിൽ ഉണ്ടായിരുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ ആരിഫ് ഹുസൈനോട് പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു വിശ്വാസിയാണ്, അദ്ദേഹത്തിന് അറിയാം. പണ്ട് മുതലേ ഇവർ അവേക്കൻ വേൾഡ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊരു ഫൗണ്ടേഷൻ തുടങ്ങിയപ്പോൾ ഞാൻ അതിന് തുണ്ടിപ്പോഴുള്ള ആളാണ്. അത് വേറെ വിഷയം. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു നമ്മുടെ ക്ലബ് ഹൗസിൽ ഒരു ദിവസം ഒന്ന് സംസാരിക്കുക. എന്റെ വിശ്വാസത്തിന് മൈലേജ് കൂട്ടാനോ നിങ്ങളുടെ എക്സ് മുസ്ലിമുകൾക്ക് മൈലേജ് കൂട്ടാനോ അല്ല, ഒരു ദിവസം നിങ്ങളുടെ സ്പീക്കേഴ്സ് കോർണറിലെ അനുഭവം പങ്കുവയ്ക്കാൻ വരാൻ പറഞ്ഞു. അപ്പൊ അദ്ദേഹം നാളെ UK നിന്ന് തിരിച്ചു പോകും. മറ്റന്നാളെ കണ്ട് തിരിച്ചു പോകും. അത് കഴിഞ്ഞ് നാട്ടിൽ വന്നിട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ റൂമിലേക്ക് ഒരു ദിവസം. ബൈ ദ വേ, ആക്ച്വലി ഇന്നലെ നിങ്ങൾ വിശ്വസിക്കുമോന്ന് അറിയില്ല, ഇന്നലെ സംവാദം ഉണ്ടായിരുന്നല്ലോ. സംവാദം കഴിഞ്ഞപ്പോ മുതല് എന്റെ മെസ്സേജ് ബോക്സിലേക്ക് ഈ നിസു എന്ന് പറയുന്ന അവനെ എന്താണ് വിളിക്കേണ്ടത്, അവനെ വിളിക്കേണ്ടത്ര മോശമായ വാക്ക് മലയാള ഭാഷയിൽ ഇല്ല, ഇംഗ്ലീഷിലും എനിക്ക് വരുന്നില്ല. അത്രയ്ക്ക് നീചൻ. അവൻ എന്റെ ബോക്സിൽ എഴുതിയിടുന്ന കാര്യം എന്താണെന്നോ, അവന്റെ ഉമ്മയോട് അവൻ ചെയ്യുന്ന കാര്യമെല്ലാം എന്റെ ബോക്സിൽ കൊണ്ടിടുക. അവന്റെ ഉമ്മയോട് അവൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും അവൻ എന്റെ ബോക്സിൽ കൊണ്ട് എഴുതിയിടുകയാണ്. എന്താ സംസ്കാരം. അത് അവന്റെ ആദ്യത്തെ മെസ്സേജ് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഇന്നലത്തെ ചർച്ചയിൽ ഇവന്മാർക്ക് കിട്ടിയ അടി, ആ അടിയുടെ ഒരു ഭയങ്കര താണ്ഡവം തന്നെയായി പോയി. ഇവന്മാര് ഇന്നലത്തെ ഇതില് ഇങ്ങനെ കിട്ടാനുള്ള ഒരു അടി അന്തമാരി കിടത്തിച്ചു. അതുകൊണ്ടാണ് അവൻ എന്തിനാണെന്ന് അറിഞ്ഞൂടെ, എനിക്ക് മാത്രമായിരിക്കില്ല, മറ്റുള്ള എല്ലാവരുടെയും മെസ്സേജിൽ കൊണ്ടിടുന്നുണ്ടാവും അവൻ. പക്ഷെ അവൻ എഴുതിയത് മുഴുവൻ അവന്റെ അമ്മയോട് അവൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. എന്ത് വൃത്തികെട്ട മനുഷ്യനാണിവൻ. ഞാനിതൊന്നും വായിക്കാനേ പോയില്ല, പക്ഷെ മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. അത് നമുക്ക് മെസ്സേജ് കാണുമ്പോഴേ അറിയാലോ അവൻ എഴുതി വെക്കുന്ന കാര്യങ്ങളുടെ ആദ്യത്തെ 1-2 വാക്ക് നമ്മൾ കാണത്തുള്ളൂ. അപ്പൊ എനിക്ക് മനസ്സിലായി ഇവന്മാര് ആരിഫ് ഹുസൈനെ പറ്റി പറയുന്നത് ഇങ്ങനെയാണ്. തോറ്റ് തുന്നം പാടി കഴിയുമ്പോ മരുത്തടിപ്പാട്ട് മാത്രം പറയും. എന്താ ഒരു ഭരണി പാട്ടെന്നൊക്കെ കേട്ടിട്ടില്ല, അതൊക്കെ തോറ്റുപോകും. അത്ര നല്ല ഭാഷയാണ് അവൻ എഴുതിക്കൊണ്ടിരുന്നത്. ജാമിത ടീച്ചർക്കൊക്കെ എന്തായിരിക്കും കിട്ടിക്കൊണ്ടിരിക്കാൻ എനിക്ക് ഊഹിക്കാൻ പോലും വയ്യ. എന്തൊക്കെ ഭരണിപ്പാട്ടായിരിക്കും. ഒന്ന്, ഇവന്മാർക്ക് ആശയമില്ല. ഈ സത്യങ്ങളൊക്കെ നമ്മൾ വിളിച്ചു പറയുമ്പോ അതിന് മറുപടി പറയാനില്ല. അപ്പൊ ആകെ കൂടെ
കിട്ടുന്നത്. ഇനി ഭരണിപ്പാട്ട് എന്നുള്ള വാക്ക് നിർത്തിയിട്ട് നമുക്ക് കാവപ്പാട്ടെന്ന വല്ല പേരിടണം. അവിടെ പോയിട്ട് അവര് വയ്ക്കുന്ന സാധനം അങ്ങനത്തെ സാധനമാണല്ലോ. ലാത്തയുടെ പ്രൈവറ്റ് പാട്ടാണല്ലോ ഇവന്മാര് മുത്താൻ പോണത്. യോനിക്കല്ല് അതിന്റെ അപ്പുറം ഒന്നും ചിന്തിക്കാനില്ലല്ലോ. പറഞ്ഞോളൂ ടീച്ചർ. യോനിക്കല്ല് യോനിക്കല്ല് ഞാൻ പറയണത് കേൾക്കാമോ? പറഞ്ഞോളൂ പറഞ്ഞു. പറയാം. അപ്പോ നമുക്ക് അതിന്റെ കുറച്ച് തെളിവുകൾ എടുക്കാം. കാരണം ഉമ്മ, പെങ്ങൾ, ഉമ്മ, മകൾ, പെങ്ങൾ, ഇത് 3 എണ്ണമാണല്ലോ. ഇതും കൂടി 3 എണ്ണമാണ് നമുക്കിപ്പോൾ വേണ്ടത്. ശരി, നമ്മൾ പറയുമ്പോൾ നമുക്ക് ഇസ്ലാമിനോട് എന്തോ വിരോധമുള്ളത് കൊണ്ട് പറയണമെന്നാണ് ഇവർ പറയുക. അപ്പോൾ ഉസ്താദ് പറയട്ടെ, നമുക്ക് കേൾക്കാം. കേൾക്കാമോ എന്ന് പറയണേ. കേൾക്കാം കേൾക്കാം പറഞ്ഞോളൂ. കേൾക്കാം ടീച്ചർ പറഞ്ഞോളൂ. ഓക്കെ, ഞാനത് പ്ലേ ചെയ്തിട്ട് കിട്ടുന്നില്ലല്ലോ. കൂട്ടത്തിൽ നിന്ന് ഹറാമില്ലാത്ത ഒന്നുണ്ട്. അതാ സ്വന്തം മോള്, മോന്റെ മോള്, മോളെ മോള്, ആ കീപ്പട്ട് എത്ര പോയാലും വേണ്ടിയില്ല. എന്നാൽ സ്വന്തം മോൾ കേൾക്കുന്നുണ്ടോ? ആണോ? സ്വന്തം മോള്, മോന്റെ മോള്, മോളെ മോള്, ആ കീപ്പട്ട് എത്ര പോയാലും വേണ്ടിയില്ല. എന്നാൽ സ്വന്തം മോളെ കൂട്ടത്തിൽ നിന്ന് ഹറാമില്ലാത്ത ഒന്നുണ്ട്. അതാ ലാ മഖ്ലൂഖത്തിൻ മിൻ മാഇ സിനാഹു. ഒരു പുരുഷൻ ഒരു സ്ത്രീയുമായി വ്യഭിചാരത്തിൽ ഏർപ്പെട്ടു. ആ വ്യഭിചാരത്തിൽ ഈ പെണ്ണ് ഒരു പെൺകുട്ടിയെ പ്രസവിച്ചു. ഈ പെണ്ണിനെ ഇവൻ തന്നെ വ്യഭിചരിച്ചിട്ടുള്ളൂ. ഒരാളും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടേ ഇല്ല. അപ്പൊ ഈ കുട്ടി ഇവന്റെ ബീജത്തിൽ നിന്ന് ജനിച്ചതാന്ന് ഉറപ്പാണ്. എന്നാലും ആ കുട്ടി ഇവനെ സംബന്ധിച്ച് മഹറമല്ല, അന്യ പെൺകുട്ടിയാണ്. കാണാൻ പാടില്ല, തൊടാൻ പാടില്ല, കെട്ടലാലാണ്, ഒരു മഹറമല്ല. യഥാർത്ഥത്തിൽ ഇവന്റെ ഋതുവത്തിൽ ജനിച്ച കുട്ടി തന്നെയാണത്. അത് വേറെ വിഷയം. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വ്യഭിചാരത്തിന് ഇസ്ലാം ഒരു ഹുർമത്തും കൊടുക്കുന്നില്ല. അപ്പൊ ആ ഹുർമത്തില്ലാത്ത സ്ഥിതിക്ക് തന്റെ ഋതുവത്തിൽ നിന്നാണെങ്കിൽ പോലും ഹുർമത്തില്ലാത്ത ആ ഋതുവത്തിൽ നിന്ന് ജനിച്ച കുട്ടിക്ക് മഹ്റമിയത്ത് എന്ന് പറയുന്ന ബഹുമാനം, ആ ബന്ധം, സ്വന്തം മോള്. കാര്യം മനസ്സിലായില്ലേ? സ്വന്തം മകളെ കെട്ടാൻ ഇസ്ലാമിൽ തെളിവുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം വെടിപ്പായിട്ട് പറഞ്ഞു. അപ്പോൾ മകളായി. ഇനി അടുത്തത് ആരെയാ വേണ്ടത്? ഉമ്മയും വേണം, സഹോദരിയും വേണം. ശരി, അതും എടുക്കാം. വയസ്തമിറു, ഈ നിക്കാഹ് എന്നുള്ള കാര്യം ദുനിയാവിലെ മാത്രം വിധിയല്ല, നിയമവിസ്ഥിതിയല്ല, മറിച്ച് അത് സ്ഥിരമാകും ഹത്താ ഫിൽ ജന്ന, സ്വർഗം വരെയും. എന്നൊരു സ്വർഗത്തിലും വിവാഹമുണ്ട്. സ്വർഗത്തിൽ ആദം നബി തുടങ്ങി വിവാഹം എന്നുള്ള കാര്യം. ഇനി ഓരോരുത്തരും സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോഴും അവിടെയും വിവാഹം കഴിക്കാൻ സാധ്യമാണെന്ന്. കാരണം ഫഇന്നഹു യജൂസു ലിൽ ഇൻസാനി, അപ്പോൾ തീർച്ചയായും മനുഷ്യന് അനുവദനീയമാണ് അൻ നിക്കാഹു ഫിൽ ജന്ന, സ്വർഗത്തിൽ നിക്കാഹ് കഴിക്കാം. അവന് സ്വർഗത്തിൽ വിവാഹം ആവശ്യമുണ്ട് എങ്കിൽ വിവാഹം കഴിക്കാം. വലൂലി മഹാരിമിഹി, ദുനിയാവുമായിട്ടുള്ള വിധിയിൽ എതിരുണ്ട്. ദുനിയാവിൽ നമുക്ക് പലരെയും വിവാഹം കഴിക്കുന്നതിനെ നിഷിദ്ധമാക്കിയിട്ടുണ്ട്. നമ്മുടെ ഉമ്മ, അതുപോലെ തന്നെ നമ്മുടെ മക്കള്, നമ്മുടെ പിതാവിന്റെ സഹോദരന്മാര്, അതുപോലെ നമ്മുടെ ഉമ്മയുടെ സഹോദരിമാര്, ഇങ്ങനെ തുടങ്ങി നമ്മുടെ സഹോദരിമാര്, ഇങ്ങനെ തുടങ്ങി പലരെയും വിവാഹം കഴിക്കൽ നിഷിദ്ധമാക്കിയിട്ടുണ്ട്. എന്നാൽ സ്വർഗത്തിലെ നിയമം മറ്റൊന്നാണ്. സ്വർഗത്തില് നമുക്കിവിടെ ദുനിയാവിൽ വിവാഹബന്ധം ഹറാമായ പലരെയും നമുക്ക് സ്വർഗത്തിൽ വിവാഹം കഴിക്കാൻ പറ്റും. മാ അദൽ ഉസൂല വൽ ഫുറൂഅ, നമ്മളുടെ മാതാവ്,
മാതാവിന്റെ മാതാവ്, അങ്ങനെ തുടങ്ങി ഉള്ള നമ്മുടെ അസലുകളും, അതുപോലെ തന്നെ ഫുറു, നമ്മുടെ മക്കൾ, നമ്മുടെ പെൺമക്കളുടെ മക്കൾ, അവരുടെ മക്കൾ, ഇങ്ങനെ തുടങ്ങി ആ ഫുറു, നമ്മുടെ ശാഖയും അതുപോലെ നമ്മുടെ അസലും, ഇവ ഒഴികെയുള്ള ബാക്കിയുള്ള ബന്ധങ്ങളൊക്കെ അവിടെ അനുവദനീയമാണ്. ഉദാഹരണം, നമ്മുടെ ഇവിടുത്തെ സഹോദരിമാർ സ്വർഗത്തിൽ വിവാഹം കഴിക്കൽ അനുവദനീയമാണ്. ഇവിടുത്തെ പിതാവിന്റെ സഹോദരി ഇവിടെ നിഷിദ്ധമാണ്, എന്നാൽ അവിടെ സ്വർഗത്തിൽ അനുവദനീയമാണ്. അപ്പോൾ ഇതിനകത്ത് ഉമ്മയെയും കിട്ടി, സഹോദരിയെയും കിട്ടി, മറ്റേ ഉസ്താദ് പറഞ്ഞതിനനുസരിച്ച് സ്വന്തം മകളെയും കിട്ടി. ഇനി എന്താണ് വേണ്ടത്? മക്കള് പരസ്പരം, അല്ലെ? ശരി, എന്നാ പിടിച്ചു അടുത്ത തെളിവ്. ഇൻസെസ്റ്റ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അള്ളാഹു താല അവിടെ ഒരു ഏർപ്പാട് ചെയ്തു. എന്തെന്നറിയോ? ആദം നബിയുടെ ഭാര്യ ഹവ്വ അലൈഹി സ്വലാം പ്രസവിക്കുന്ന മക്കൾ എപ്പോഴും ഇരട്ടകളാ പ്രസവിക്കുക. ഓരോ ജന്മത്തിലും ഒരാണും ഒരു പെണ്ണും. ഓരോ വേണമെങ്കിൽ അല്ല രണ്ടിനെ ആണാക്കാൻ പാടില്ലേ? രണ്ടിനെയും പെണ്ണാക്കാൻ പാടില്ലേ? ഇല്ല. 20 പ്രസവം നടന്നു. 20 പ്രസവത്തിലും ഒരാണ് വേറൊരു പെണ്ണ്. എന്തിന്? ഇൻസെസ്റ്റ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണത്. എന്നിട്ട് അപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ആണിൽ നിന്നും ഈ പെണ്ണ് ഈ പ്രസവത്തിൽ പെടാത്ത മറ്റേ പ്രസവത്തിലെ ആണിനെ ഈ പ്രസവത്തിലെ പെണ്ണിന്, ഈ പ്രസവത്തിലെ ആണിനെ ആ പ്രസവത്തിലെ പെണ്ണിന് എന്ന വിധത്തിൽ അല്ലാഹു തആല അവിടെ പോലും ഇൻസെസ്റ്റിന്റെ ഒരു സാധ്യതയുമില്ലാത്ത, വ്യത്യസ്തമായ മാതാപിതാക്കളുടെ മക്കളില്ലാത്ത ഒരു കാലത്ത് പോലും അവിടെ വെച്ച് ഇൻസെസ്റ്റിന്റെ പഴി തടയ്ക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല 20 പ്രസവത്തിൽ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. എന്തിനത്? ആണ് മാത്രമാക്കാൻ പാടില്ലേ? പെണ്ണ് മാത്രമാക്കാൻ പാടില്ലേ? വേണമെങ്കിൽ സ്വന്തം പടയ്ക്കാൻ പാടില്ലേ? ഇൻസെസ്റ്റ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു തആല അവിടെ വ്യവസ്ഥ വെച്ചവനാണ്. ആദമിന്റെ മക്കളെ ജനിപ്പിച്ചെടുത്ത് അറിയാത്തൊരു വിദ്യാർത്ഥിയാണല്ലേ ഇത് പറയുന്നത്? അല്ല, ഒരു കാര്യം ചോദിച്ചേ, ആദ്യത്തെ പ്രസവത്തിൽ ഇരട്ടയുണ്ടോ? രണ്ടാമത്തെ പ്രസവത്തിൽ ഇരട്ടയുണ്ടോ? ഇയാൾക്ക് ഇത് എവിടുന്ന് കിട്ടി? അതല്ല, ഇയാള് പറയണത് മൊത്തം കേട്ടില്ലായിരുന്നോ? കേട്ടു. അല്ല ആയിക്കോട്ടെ, ചോദിക്കുന്നതല്ല. ആദ്യത്തെ പ്രസവത്തില് ഇരട്ടകളുണ്ടാവുന്നു, രണ്ടാമത്തെ പ്രസവത്തില് ഇരട്ടകളുണ്ടാവുന്നു, ആണും പെണ്ണും ഇരട്ടകളുണ്ടാവും. അപ്പൊ ആണിനെയും പെണ്ണിനെയും രണ്ടാമത്തെ പ്രസവത്തിലെ ആണിനെയും പെണ്ണിനെയും വെച്ചിട്ട് കല്യാണം ചെയ്ത് കൊടുത്തു. അത് ഇൻസെസ്റ്റ് അല്ല. ഇൻസെസ്റ്റ് അല്ലെന്നാണ് ഉസ്താദ് പറയുന്നത്. അതായത് ആ കാലഘട്ടത്തിൽ പോലും, കേൾക്കുന്നുണ്ടോ? ആ കാലഘട്ടത്തിൽ പോലും ഇൻസെസ്റ്റിന്റെ പഴുതടയ്ക്കുന്നതിനു വേണ്ടിയാണത്രേ ആദ്യത്തെ പ്രസവത്തിലെ കൊച്ചിനെ കൊണ്ട്. കേട്ടില്ല ടീച്ചറെ? ഈ ഇൻസെസ്റ്റ് എന്ന് പറഞ്ഞ ഒരേ പേരൻസിന്റെ മക്കൾ തമ്മിൽ എന്തെങ്കിലും ചെയ്യുന്നത്, അതായത് ഈ മനുഷ്യൻ അറിയില്ലേ? ഇവരുടെ മുമ്പിലിരിക്കുന്ന മദ്രസ പൊട്ടന്മാരുടെ ബുദ്ധി എത്രയുണ്ട് എന്ന് ഇദ്ദേഹത്തിന് വ്യക്തമായിട്ട് അറിയാം. ഇവരെ ചോദ്യം ചെയ്യത്തില്ലെന്നും അറിയാം. രസകരം അതൊന്നുമല്ല. അപ്പോ ആ കാലഘട്ടത്തിൽ പോലും ഇൻസെസ്റ്റിന്റെ പഴുതടയ്ക്കുന്നതിനു വേണ്ടിയാണ് മൂത്ത കൊച്ചിനെ കൊണ്ട് ഇളയ കൊച്ചിനെ കെട്ടിച്ചത് എന്ന് പറഞ്ഞിട്ട് ഓഡിയൻസിനോട് ചോദിക്കുക, ഇസ്ലാമിൽ ഇൻസെസ്റ്റ് ഉണ്ടോ? അപ്പൊ എല്ലാരും കൂടി ഉച്ചത്തില് ഇല്ല. അത്രക്കുള്ള ബുദ്ധിയെ ഇവർക്കുള്ളൂ. അതെ, ഇത് കേട്ടപ്പോ എനിക്ക് ഓർമ്മ വന്നതേ, ഇപ്പൊ കറന്റ്ലി നമ്മുടെ കേരളത്തിൽ നടന്ന ഒരു കാര്യമാണ്. ചീഫ് മിനിസ്റ്ററായ മിസ്റ്റർ പിണറായി വിജയൻ നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയോട് ചോദിക്കുകയാണ്, നിങ്ങൾ മദ്യത്തിന്റെ വില കുറച്ച് കേരളം മുഴുവനും മദ്യത്തിന് അടിമയാക്കാനായിട്ടുള്ള പരിപാടിയാണോ? നിങ്ങൾ മദ്യപാനം കുറയ്ക്കാനായിട്ടാണോ നിങ്ങൾ ഈ പരിപാടി ഇപ്പൊ ചെയ്യുന്നത്? മദ്യത്തിന്റെ വില കുറച്ചിട്ടെന്ന് ചോദിക്കുമ്പോ നമ്മളെ വി ഡി സതീശൻ പറഞ്ഞ മറുപടിയാണ്, അതെ 10 വർഷം മുമ്പ് ഇവിടെ 29 ഷാപ്പല്ലല്ലോ, ബാറുണ്ടായിരുന്നു. നിങ്ങളും 10 വർഷം ഭരിച്ചപ്പോ അത് 900 900 അത് മദ്യപാനം തീരെ കുറയ്ക്കാൻ വേണ്ടിയായിരിക്കും ഇപ്പൊ 900 ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞതുപോലെ ആയിപ്പോയി. ഇൻസെസ്റ്റ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഓരോരോ സ്വന്തം മകളെ കെട്ടിച്ചു കൊടുത്തതാണ്
നമ്മുടെ ഒരു ഇസ്ലാമിക പണ്ഡിതനായിരിക്കുന്നു, പണ്ഡിതനല്ല, നമ്മുടെ റൂമിൽ വന്ന് സംസാരിച്ച ഒരു ചെറിയ വ്യക്തി വന്നിട്ടുണ്ട്, ബണ്ണി. അദ്ദേഹം മുമ്പ് എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹത്തോടൊന്ന് ഇടപെടണമെന്ന് ആഗ്രഹിക്കുന്നു. അതൊക്കെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് പിടയ്ക്കാതിരിക്കും. നിങ്ങൾക്കൊരു